കിട്ടി ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചത് അങ്ങനെയാ. എൻ്റെ അമ്മയും കൊണ്ട് അവിടെ ചെല്ലുന്നതിനപ്പുറം അവനെ കിട്ടണേന്ന് എനിക്കറിയാം. ഞാൻ എല്ലാവരോടും പറഞ്ഞു ആ പരിസരം വിട്ടവൻ പോയിട്ടില്ല എന്ന്. സാറുമാർ പിടിച്ച് അവർക്ക് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നത് എനിക്ക് അവൻ്റെ വായിൽ നിന്ന് കേൾക്കണം. അവർക്ക് 3 പേർക്കും എന്ത് പറ്റിയെന്നുള്ളത് അവനെ കൊണ്ട് പറയിക്കണം. സജി തന്നെയാണ് ഇത് ചെയ്തതെന്ന് തന്നെയല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കുന്നു. അത് അവൻ പറഞ്ഞാലേ അറിയുള്ളൂ. അവിടെ 2 പേരെ കുഴിച്ചിട്ട് ഇപ്പം മിനിങ്ങാന്ന് രാത്രിയിൽ ഇറച്ചി മഴി കറി വെച്ച് കഴിച്ചവനാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സവൻ്റെ കല്ലല്ലേ, ഒന്നിനെ ചെയ്തിരിക്കുന്നത് 100%. ഇനി യാതൊരു മാറ്റവും ഇല്ല. ഇനി അവനെ അപ്പനെ എവിടെ കുഴിച്ചെന്ന് പറഞ്ഞാൽ മതി. ആ ഒരു കേസ് ക്ലോസ് ചെയ്തിപ്പോൾ അവൻ തന്നെയാണ്. അവൻ തന്നെ പറയണം അവനെ അപ്പനെ എവിടെ കുഴിച്ചത്. അത് അറിയണം, ഞങ്ങൾക്ക് അറിയണം. ഇത് ഇത്രയും കാലം അവനെ ആരും പിടിക്കുന്നില്ല കണ്ടപ്പോൾ അവനെ അടുത്തതും കൂടെ ചെയ്തു. ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ 10, 30 ദിവസം 20 ദിവസം കണ്ടായില്ലേ. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലെന്ന് ആരും അറിയത്തു പോലും. രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെ. പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്.